നമസ്കാരം. ഇസ്രയേലും ഇറാനും തമ്മിൽ അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന മിസൈൽ യുദ്ധത്തിന് താൽക്കാലിക ശമനം. ഇരു രാജ്യങ്ങളും ഉടൻ തന്നെ പരസ്പരമുള്ള വെടിവെപ്പ് നിർത്തണം എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കർശനമായ അന്ത്യശാസനത്തിന് പിന്നാലെ ഇറാൻ സൈന്യം പിൻവാങ്ങി. ഇസ്രയേലിന് നേരെയുള്ള ആക്രമണം നിർത്തിവെക്കുകയാണെന്ന് ഇറാന്റെ സംയുക്ത സൈനിക കമാൻഡ് ഔദ്യോഗികമായി അറിയിച്ചു. ഇറാനുമായി ചരിത്രപരമായ ഒരു സമാധാന കരാർ ഒപ്പിടാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇരു രാജ്യങ്ങളും വീണ്ടും ആക്രമണം ആരംഭിച്ചത്. ഇതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയ ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. ആക്രമണങ്ങൾ തുടർന്നാൽ അത് സമാധാന ശ്രമങ്ങളെ ബാധിക്കുമെന്നും എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് താനാണെന്നും ട്രംപ് നെതന്യാഹുവിനെ ഓർമ്മിപ്പിച്ചു. നെതന്യാഹുവിന് അമേരിക്കയുടെ വ്യവസ്ഥകൾ അംഗീകരിക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. കൂടാതെ ഇസ്രായേൽ ഒടുവിൽ നടത്തിയ ആക്രമണങ്ങളിൽ താൻ ഒട്ടും സന്തുഷ്ടനല്ലെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും പരസ്പരം ശക്തമായ ആക്രമണങ്ങളാണ് നടത്തിയത്. ഇറാനെതിരെ പ്രത്യാക്രമണം നടത്തരുതെന്ന US നിർദ്ദേശം മറികടന്ന് ഇസ്രായേൽ കഴിഞ്ഞ രാത്രി ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾക്കും തെക്ക് പടിഞ്ഞാറൻ ഇറാനിലെ മഗ്ഷഹറിലുള്ള പെട്രോകെമിക്കൽ പ്ലാന്റിന് നേരെ വ്യോമാക്രമണം നടത്തി. ഇതിന് മറുപടിയായി ഇന്ന് രാവിലെ ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈൽ മഴ പെയ്ച്ചു. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഈ മിസൈലുകൾ തടഞ്ഞു. ഇരു വിഭാഗവും അവരുടെ ആക്രമണങ്ങൾ നടത്തിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി പുതിയൊരു യുദ്ധത്തിന്റെ ആവശ്യമില്ലെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. എന്നാൽ സംഘർഷം ശക്തമായതോടെ രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണവില ഒരൊറ്റ ദിവസം കൊണ്ട് 3% വർദ്ധിച്ച് ബാരലിന് $96 കുതിച്ചുയർന്നു. ഏപ്രിൽ ആദ്യവാരം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പിട്ട വെടിനിർത്തൽ കരാർ ഇസ്രായേലും അമേരിക്കയിൽ ലംഘിച്ചതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഇറാൻ കുറ്റപ്പെടുത്തുന്നു. വാഷിംഗ്ടണിന്റെ അഭ്യർത്ഥന വകവെക്കാതെ ഇസ്രായേൽ ഇന്ന് ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ഒരു പാർപ്പിട സമുച്ചയത്തിന് നേരെ ആക്രമണം നടത്തിയിരുന്നു. ഇതിൽ 2 പേർ കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തങ്ങളെ നിരന്തരം ആക്രമിക്കുന്ന ഹിസ്ബുള്ള ഭീകര സംഘടനയെ ഇല്ലാതാക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. മാർച്ച് ആദ്യവാരം യുദ്ധം തുടങ്ങിയത് മുതൽ ലെബനനിൽ മാത്രം 3500-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 10 ലക്ഷത്തോളം പേർ അഭയാർത്ഥികളാകുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ യുദ്ധം നീണ്ടുപോകുന്നത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കാൻ കാരണമാകുന്നുണ്ട്. ഇത് ആഗോളതലത്തിൽ ഇന്ധന വിലക്കയറ്റത്തിനും പല ദരിദ്ര രാജ്യങ്ങളിലും പട്ടിണി മുന്നറിയിപ്പുകൾക്കും വഴിമാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് എത്രയും പെട്ടെന്ന് ഒരു അന്തിമ സമാധാന കരാർ ഉണ്ടാക്കാൻ ട്രംപ് നേരിട്ട് ഇടപെടുന്നത്. നിലവിൽ ഇറാന് മേലുള്ള നാവിക സാമ്പത്തിക ഉപരോധങ്ങൾ ശക്തമായി തുടരുമെന്നും വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളെയും ചർച്ചാമേശയിലെത്തിച്ച് വലിയൊരു സമാധാന കരാർ ഒപ്പിടാൻ സാധിക്കുമെന്നും ട്രംപ് പ്രത്യാശ പ്രകടിപ്പിച്ചു. അതേസമയം US-ഉം ഇറാനും തമ്മിലുള്ള ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാന്റെ സൈനിക മേധാവിയുടെ ക്ഷണപ്രകാരം ലെബനൻ ആർമി കമാൻഡർ പാകിസ്ഥാൻ സന്ദർശിച്ചതും സമാധാന നീക്കങ്ങളുടെ ഭാഗമായിട്ടാണെന്നും കരുതപ്പെടുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ പരസ്പരമുള്ള വെടിവെപ്പിൽ ഇസ്രായേൽ വ്യോമാക്രമണം ഉണ്ടായ 12 സ്ഥലങ്ങളിൽ തങ്ങളുടെ സംഘത്തെ വിന്യസിച്ചതായി ഇറാനിയൻ റെഡ് ക്രസന്റ് സൊസൈറ്റി വക്താവ് അറിയിച്ചു. എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളും ഒപ്പം 1,00,000-ലധികം സന്നദ്ധ പ്രവർത്തകരും അതീവ ജാഗ്രതയിലാണെന്ന് വക്താവ് മൊജ്തബ ഖാലിദി പറഞ്ഞതായി മെഹർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഇറാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് 15 പേർക്ക് പരിക്കേറ്റതായി നാഷണൽ എമർജൻസി മെഡിക്കൽ ഓർഗനൈസേഷൻ അറിയിച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ ഇതുവരെ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിട്ട പ്രസ്താവനയിൽ സംഘടന വ്യക്തമാക്കി. പരിക്കേറ്റവർ സാധാരണക്കാരാണോ അതോ സൈനിക ഉദ്യോഗസ്ഥരാണോ എന്ന് വ്യക്തമാക്കാൻ അവർ തയ്യാറായിട്ടില്ല. എന്നാൽ പരിക്കേറ്റവരിൽ 14 പേർ ഖുസെസ്താൻ പ്രവിശ്യയിലെ മഹഷഹറിൽ നിന്നുള്ളവരും ഒരാൾ ടെഹ്റാനിൽ നിന്നുള്ളയാളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു.